ഷീന റിട്ടയർ ചെയ്യുന്ന ദിവസമാണ്. ഇനിയുള്ള ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യമുള്ളതായി തീരണേന്ന് ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു. ഷീന 28 വർഷത്തെ ഔദ്യോഗിക ജീവിതം പൂർത്തീകരിച്ചിട്ട് ഇന്ന് അതിൽ നിന്ന് വിരമിക്കുകയാണ്. ഷീനയ്ക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും അള്ളാഹുവിൻ്റെ നാമത്തിൽ നേരുന്നു. പിന്നെ കുട്ടിക്കാലം തൊട്ട് ഉള്ള ആ ഒരു സ്വഭാവമല്ല ഷീനയ്ക്കുള്ളത്. വക്കീലാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. പക്ഷെ വക്കീലായിരുന്നെങ്കിലും ആ ഫീൽഡിൽ ശോഭിക്കുമായിരുന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അധ്യാപികയാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഉമ്മയാണ്. ഉമ്മയുടെ ആഗ്രഹം അനുസരിച്ച് അധ്യാപികയായി ഇത്രയും വർഷത്തെ സർവീസിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ പിരിയാൻ കഴിഞ്ഞു. അതിന് അള്ളാഹുവിനോട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. 28 വർഷത്തെ സർവീസിൽ നിന്നും വിരമിക്കുന്ന എൻ്റെ അനുജത്തിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഞാൻ നേരുന്നു. പള്ളിക്കീഴ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സെലക്ഷൻ ഗ്രേഡ് ബോട്ടണി അധ്യാപികയായി ഇന്ന് വിരമിക്കുന്ന എൻ്റെ പ്രിയതമ ഷീന റിട്ടയർമെൻറ്റ് ജീവിതത്തിലെ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ ആത്മാർത്ഥതയോടും ശുഷ്കാന്തിയോടും കൂടി അധ്യാപക ജീവിതത്തിൽ എല്ലാവിധ ജോലികളും വളരെ ഭംഗിയായി ചെയ്ത മഹനീയ വ്യക്തിത്വത്തിനുടമയാണ് ഷീന എന്ന് നിസ്സംശയം പറയാം. രാത്രികാലങ്ങളിലും രാവിലെയാണെങ്കിലും അന്നേ ദിവസം പഠിപ്പിക്കേണ്ട പാഠഭാഗങ്ങൾ വളരെ ഭംഗിയായി മനസ്സിലാക്കി പഠിച്ച് മാത്രമാണ് ഇവിടുന്ന് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. കുട്ടികളുമായിട്ടാണെങ്കിലും വളരെ മിങ്കിൾ ചെയ്യുന്ന സ്വഭാവക്കാരിയായിരുന്നു ഷീന. കർക്കശ സ്വഭാവക്കാരിയായിരുന്നുവെങ്കിലും എല്ലാ കുട്ടികളും ഏതൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ ഷീനയോട് സ്നേഹമാണ് പിന്നീട് കാണിച്ചിട്ടുള്ളത്. കുട്ടികൾ എഴുതുന്ന ഓരോ കുറിപ്പുകളും വീട്ടിൽ കൊണ്ട് കാണിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്. വളരെ സ്തുത്യർഹമായി സേവനമനുഷ്ഠിച്ച് 27 വർഷം സർവീസ് ചെയ്ത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന എൻ്റെ പ്രിയ സഹിക്ക് ഷീനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അടികൂടി കളിച്ച് വളർന്ന ആ ഒരു ബാല്യകാലത്തിൽ നിന്നും മുതിർന്ന് ഒരു നല്ല ടീച്ചറായി പ്രഗത്ഭയായ ഒരു ടീച്ചർ എന്നുള്ള ഒരു പേരും പെരുമയും കിട്ടി. കുട്ടികളുടെ എല്ലാ സ്കൂളിലും കുട്ടികളുടെ ഒരു മികച്ച അധ്യാപികയായി ഈ ഇത്രയും വർഷം ജോലി ചെയ്ത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഷീനയ്ക്ക് എൻ്റെ എല്ലാ ഭാവങ്ങളും ഇനിയുള്ള ജീവിതം സ്വന്തം മക്കളോടും കൊച്ചുമക്കളോടും ഒത്ത് നല്ല സന്തുഷ്ടവും സമാധാനവും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് പഠിച്ചവനോട് കാര്യത്തിൽ. ഇന്നത്തെ ദിവസം റിട്ടയർ ആവുന്ന ഷീനാമിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വക ആശംസകൾ. ഹാപ്പി റിട്ടയർമെന്റ് ഡേ. അസ്സലാമലൈക്കും. ഹാപ്പി റിട്ടയർമെന്റ് ഡേ. പ്രിയപ്പെട്ട കുഞ്ഞൂസ്, ഇനി അങ്ങോട്ടുള്ള ജീവിതം സന്തോഷമുള്ളതും സമാധാനമുള്ളതുമായി തീരട്ടെ എന്ന് പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ ഉപദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഹാപ്പി റിട്ടയർമെന്റ് ഡേ. ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ് നൈനാമി. ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ് നൈനാമി. എൻജോയ്. ഡൂനു വരാം. ഹായ്. സോ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഷീനാമിക്ക് ഏറ്റവും എല്ലാ വിധാശംസകളും. ഇന്ന് എൻ്റെ ഉമ്മയുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. എനിക്ക് ഉമ്മീനെ പോലെ ടീച്ചറെ കിട്ടിയിട്ടില്ല. എപ്പോഴും ഉമ്മയോട് പറയും എനിക്ക് ഒരെണ്ണം അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. എനിക്കങ്ങനെ ഇതുവരെ ഒരു ടീച്ചറെ കിട്ടിയിട്ടില്ല. ഉമ്മി മോർ ദാൻ എ ടീച്ചർ. ചില കുട്ടികൾക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ട്, ചില കുട്ടികൾക്ക് അമ്മയായിട്ട്, അപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വിഷമമൊക്കെ വരുമ്പോൾ അവരുടെ വിഷമം തീർക്കുന്ന ആളായിട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളുടെ ലൈഫിൽ ഒരുപാട് റോള് പ്ലേ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ ലെറ്റർ എഴുതി തരാറുണ്ട് പിള്ളേർ. അപ്പോൾ ആ കുട്ടികളുടെ ലെറ്ററൊക്കെ വായിക്കുമ്പോഴത്തേക്കും
ഭയങ്കര എന്തോ സന്തോഷം തോന്നുന്നു. ഈ റോളൊക്കെ പ്ലേ ചെയ്തത് എൻ്റെ ഉമ്മയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. ക്ലാസ്സിൽ വന്ന് ചുമ്മാ ക്ലാസ് എടുത്ത് പോകുന്നു. ശരിക്കും അങ്ങനെയല്ല, അവർ വീട്ടിലിരുന്ന് നന്നായിട്ടത് പ്രിപ്പയർ ചെയ്ത് അത് നിങ്ങൾക്ക് അവർക്ക് എത്രത്തോളം ഫുള്ളായിട്ട് ഡെലിവർ ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് ഭയങ്കര എഫേർട്ട് ഇട്ടൊക്കെയാണ് വന്ന് അവർ ക്ലാസ് എടുക്കുന്നത്. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉള്ളിൽ നിന്ന് ആ എഫേർട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ ഉമ്മി എത്രത്തോളം എഫേർട്ട് ഇടുന്നെന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനായാലും പുതിയ രീതിയിലൊരു പഠന രീതി അവതരിപ്പിക്കാനായാലും എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടിയാണ് ചെയ്യുന്നത്. എൻ്റെയും അജുനെയും പുറകെ നടന്ന് എങ്ങനെയൊക്കെ മാക്സിമം എടുക്കാവോ അതുപോലെയൊക്കെ ഉമ്മി ട്രൈ ചെയ്യാറുണ്ട്, വീഡിയോ എടുപ്പിക്കാറുണ്ട്. അതൊക്കെ ഉമ്മിയുടെ ഉമ്മിക്ക് വരുന്ന ചെയ്യണം എന്ന് തോന്നുന്ന കാര്യത്തിലും ഇൻവോൾവായി അത് ഭയങ്കര ഒരു പെർഫെക്ഷനായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ തുടരാൻ എൻ്റെ ഉമ്മിക്ക് സാധിക്കട്ടെ. ഇനി അങ്ങനെ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റണം. അപ്പോൾ ഇനി ഫോർവേഡും അങ്ങനെ ഉമ്മി ആഗ്രഹിക്കുന്ന പോലെ ഉമ്മിക്ക് എൻഗേജായി നിൽക്കാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഈ സ്കൂൾ തുടങ്ങുമ്പോൾ ടെൻഷൻ അടിച്ച് തിരിച്ചു പോകാൻ മടി പിടിച്ച് നിൽക്കുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ടീച്ചർമാർക്കും അതേ മടിയും അതേ ഉത്കണ്ഠയും എല്ലാം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ടീച്ചറിനുള്ളിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അതുപോലെ തന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ എടുക്കുന്ന എഫേർട്ടുകൾ, നമ്മൾ യൂട്യൂബ് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കോവിഡ് ടൈമിലൊക്കെ ഉണ്ടാക്കിയിടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും സത്യത്തിൽ വലിയ റിക്വയർമെൻ്റ് ഇല്ല. പക്ഷെ എന്നാലും ആ എടുക്കുന്ന എഫേർട്ട് പിള്ളേരുമായിട്ടൊരു കണക്റ്റ് കീപ്പ് ചെയ്യാന്ന് പറയുക എല്ലാ ടീച്ചേഴ്സിനും പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഉമ്മിക്ക് അതൊക്കെ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. റിട്ടയർമെൻറ്റിലേക്ക് കിടക്കുന്ന ഉമ്മിക്ക് അന്ന് വാപ്പിക്ക് കൊടുക്കാമെന്ന് വെച്ചായിരുന്ന പണിയാണ് ഉമ്മിക്ക് ഞാൻ തരുന്നു. സോ ഹാപ്പി റിട്ടയർമെൻറ്റ് ലൈഫ്. ഷീനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷീനയും ഞാനും കുട്ടിക്കാലം തൊട്ടേ ഒന്നിച്ച് പഠിച്ചതാണ്. അന്ന് തൊട്ടേ എനിക്ക് ഷീനയെ അറിയാം. ഷീനയുടെ ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് ഷീനയുടെ പോസിറ്റീവ് വൈബാണ്. അത് നമുക്കും കൂടെ കിട്ടും, ഷീനയുടെ ആ പോസിറ്റീവ് വൈബ്. പിന്നെ ഷീന വളരെ എനർജറ്റിക്കാണ്. ആ എനർജി നമുക്കും കൂടെ കിട്ടും. അങ്ങനെ ഉള്ളൊരു വ്യക്തിയാണ് ഷീന. ഞാനൊക്കെ ഒന്ന് പതുങ്ങിയിരിക്കുന്ന കൂട്ടത്തിലാണ്. എന്നെ കൂടെ ഷീനയുടെ കൂട്ടത്തിലാക്കും. പിന്നെ കോർഡിനേഷൻ ചെയ്യാനുള്ള കഴിവ്, അതും ഷീനയ്ക്ക് ഭയങ്കര ആയിട്ടുള്ളൊരു കഴിവാണ്. അപ്പം വളരെ സ്മാർട്ടുമാണ് ഷീന. അങ്ങനെയുള്ള ഷീനയുടെ റിട്ടയർമെൻറ്റ് ലൈഫ് സമാധാനവും സന്തോഷവും ആരോഗ്യം നിറഞ്ഞതാവാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓഫീസിൽ നിന്ന് വിരമിക്കുന്ന ബോട്ടണി കുടുംബത്തിൻ്റെ അഭിമാനമായ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷീന ടീച്ചറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് ടീച്ചറിൻ്റേത്. ടീച്ചറിൻ്റെ ഭാവി ജീവിതം സന്തോഷവും സമാധാനവും ആരോഗ്യപൂർണവും ആയിരിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ സഹോദരി, എല്ലാവിധമായ നന്മകളും നേരുന്നു. ആയുസ്സും ആരോഗ്യവും തമ്പുരാൻ തരട്ടെ. നമ്മുടെ സൗഹൃദത്തിന് റിട്ടയർമെൻ്റ് ഇല്ല എങ്കിലും എന്തോ ഒരു സങ്കടം. ജോയിൻ ചെയ്തതും നമ്മുടെ യാത്രയും എല്ലാം ഇന്നലകളിലെ പോലെ. ബി ഹാപ്പി, ഐ ആം ഓൾവേസ് വിത്ത് യു ഡിയർ. ഗുഡ് ബൈ പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും, നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫ് ഞാൻ ആശംസിക്കുന്നു. കൊച്ചിയിൽ വെച്ച് കാണാം. ഓക്കെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷീന ടീച്ചറിനെ കുറിച്ച് പറയാൻ ഒത്തിരി വാക്കുകളുണ്ട്. കാരണം ഒരു നല്ല ടീച്ചർ എന്ന നിലയിലും ഒരു നല്ലൊരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന നിലയിലും ഒരു സിസ്റ്റർ എന്ന നിലയിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ എന്ത് സംശയം വന്നാലും വിളിച്ച് ചോദിച്ചാൽ നല്ലൊരു മാർഗനിർദ്ദേശം തരുന്ന ഒരു ടീച്ചറാണ് ഷീന ടീച്ചർ. ഷീന ടീച്ചറിനെ കുറിച്ച് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പറയാൻ എനിക്ക് വാക്കുകളില്ല. എല്ലാ അർത്ഥത്തിലും വളരെ സപ്പോർട്ടീവായിട്ട്, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും വളരെ സപ്പോർട്ടീവായിട്ട് പോസിറ്റീവായിട്ട് നമ്മളെ ലീഡ് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിൽ ടീച്ചറിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഷീന ടീച്ചറിന് കൂടുതൽ പരിചയമായത് ബോട്ടണി ചങ്സ് എന്ന ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലാണ്. ആ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണമായത് ടീച്ചർ തന്നെയാണ്. ടീച്ചറിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയാം.
എപ്പോഴും നമുക്ക് ഒരു ആവശ്യം വന്നാലും എന്ത് കാര്യമാണെങ്കിലും വാല്യുവേഷന് പോകുമ്പോഴാണെങ്കിലും എല്ലാവരും വരണം. ഇത്തവണ ടീച്ചറിന് ഇനി അടുത്ത ഒരു വാല്യുവേഷന് ടീച്ചർ ഇല്ലെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ നല്ല ഒരു സങ്കടമുണ്ട്. കാരണം നമ്മൾ പോകുമ്പം എനിക്കാണ് ഏറ്റവും കൂടുതൽ ടീച്ചറിനെ മിസ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടുന്ന് ഞാൻ വീടിൻ്റെ അവിടെ ഒരുങ്ങി നിന്നാൽ മതി, എന്നെ കൊണ്ടുപോകുന്നതും തിരിച്ച് കൊണ്ടുവരുന്നതും എല്ലാം ടീച്ചറാണ്. പിന്നെ ആ എല്ലാം നമുക്കൊരു ഇത്തവണ ഞങ്ങൾ ഒരു ബാച്ചിൽ വരുന്നു. അതൊക്കെ എനിക്ക് നല്ല അനുഭവങ്ങളാണ്. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കറങ്ങണമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും തിരക്ക് കാരണം നടന്നിട്ടില്ല. ഞങ്ങൾ അതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ടീച്ചറിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും. പ്രിയപ്പെട്ട ഷീന ടീച്ചർ, ഞാൻ അറിഞ്ഞത് ടീച്ചറിന് അഡ്വക്കേറ്റ് ജോലിയിലായിരുന്നു താല്പര്യമെന്നാണ്. പക്ഷെ അതിൽ നിന്നും അധ്യാപന ജീവിതത്തിലേക്ക് കടക്കുകയും ആദ്യം പ്രൈമറി തലത്തിൽ തുടങ്ങുകയും പിന്നീട് ഹയർ സെക്കൻഡറിയിലോട്ട് ടീച്ചർ എക്സാം എഴുതി കയറുകയും ചെയ്തു. ടീച്ചറിന്റെ അധ്യാപന ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിനകത്ത് പ്രവർത്തിക്കുന്നതിനും ടീച്ചർ വളരെയധികം ഉത്സാഹം കാണിക്കുന്നതായിരുന്നു. കമ്പ്യൂട്ടർ മേഖലയിൽ നിന്ന് പുറകിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്നോട് പറയായിരുന്നു, വന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ അത്രയും താല്പര്യത്തോടുകൂടി എല്ലാ കാര്യങ്ങളും എൻതൂസിയാസ്റ്റിക്കും എനർജറ്റിക്കുമായിട്ട് ഫുൾ പെർഫെക്ഷനോടുകൂടി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ടീച്ചറായിരുന്നു. എനിക്ക് ടീച്ചറിന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ പോലും ടീച്ചറിന്റെ ഓരോ ആഗ്രഹം ഇത് കാണുമ്പോഴത്തേക്കും ടീച്ചർ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ടീച്ചറിന്റെ ആഗ്രഹങ്ങൾ കാണുമ്പോഴത്തേക്കും ടീച്ചർ എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്ഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ടീച്ചറായിട്ടാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ടീച്ചർ എന്നതിലുപരി എനിക്ക് എൻ്റെ ഒരു സഹോദരിയും കൂടിയാണ് ടീച്ചർ. ടീച്ചറിനെ എന്റെയും എൻ്റെ ഫാമിലിയുടെയും എല്ലാവിധ റിട്ടയർമെന്റ് ആശംസകളും നേരുന്നു. പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം എന്ന് ആദ്യമായി പറഞ്ഞു കേൾക്കുന്നത് ഷീന ടീച്ചറുടെ വായിൽ നിന്നാണ്. വളരെ നർമ്മത്തിൽ കടന്ന ഒരു ജീവിതശൈലി ഫോളോ ചെയ്തിരുന്ന ആളാണ് ഷീന ടീച്ചർ. പല കാര്യങ്ങളിലും സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഋഷി സാറുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം അത് വളരെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളത് ഷീന ടീച്ചറാണ്. വളരെ ഒരു അധ്യാപന ജീവിതത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണെന്ന് ഞാൻ മറ്റു പലരിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്കെല്ലാം ഷീൻ ടീച്ചറിന്റെ ഒരു അധ്യാപന ജീവിതം വളരെ അഭിമാനം ഉള്ളതാണ്. എല്ലാവിധ ആശംസകളും. ഹലോ ഷീന മിസ്, ഞാൻ +2 പഠിക്കുമ്പോഴാണ് മിസ് മങ്ങാട് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതും ഞങ്ങളെ ക്ലാസ് ടീച്ചറായിട്ട് വരുന്നത്. ആ ഒരു മൊമെൻറ്റ് മുതൽ മിസ് ആ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോകുന്ന മൊമെൻറ്റ് വരെ മിസ്സിനെ കുറിച്ചുള്ള മെമ്മറീസ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞങ്ങൾ ഓരോ സ്റ്റുഡൻസിനെയും മിസ് അക്കാഡമിക്സിലായാലും നോൺ അക്കാഡമിക്സിലായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു മൊമെൻറ്റിൽ മിസ്സിൻ്റെ ഓരോ വാക്കുകളും വളരെയധികം മോട്ടിവേഷനായിട്ട് മാറിയിട്ടുണ്ട്. യു ആർ സച്ച് എ വണ്ടർഫുൾ ഇൻസ്പിറേഷൻ ടു മീ ആൻഡ് ഇനി മുമ്പോട്ടുള്ള ലൈഫിലും എന്നും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കട്ടെ എന്ന് മിസ്സിനെ ഞാൻ ആശംസിക്കുന്നു ഈ ഒരു അവസരത്തിൽ. ആൻഡ് ഐ ലവ് യു അലോട്ട്. താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. നമസ്കാരം. 2024 മെയ് മാസം 31 വള്ളിക്കീഴ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോട്ടണി അധ്യാപികയായിരുന്ന ഞങ്ങളുടെ ഷീന ടീച്ചർ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും വിരമിച്ചു. കുറച്ചു മാസങ്ങൾ വള്ളിക്കീഴ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഇൻചാർജായും ടീച്ചർ പ്രവർത്തിച്ചിരുന്നു. ഒരു ഐഡിയൽ ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞങ്ങളുടെ ഷീന ടീച്ചർ. മികച്ച ബോട്ടണി അധ്യാപികയായും ഒരു നല്ല ഭരണാധികാരിയായും ടീച്ചർ പ്രവർത്തിച്ചിരുന്നു. സുഹൃത്ത് ബന്ധങ്ങൾക്ക് എന്നും പ്രാധാന്യം കൊടുത്തിരുന്ന ടീച്ചറിന് 1000 മംഗളാശംസകൾ നേരുന്നു. റിട്ടയർമെൻറ്റ് ജീവിതം വളരെ സന്തോഷകരവും ആനന്ദപ്രദവുമായി തീരട്ടെ എന്ന് വള്ളിക്കീഴ് സ്കൂളിന് വേണ്ടി ടീച്ചറിന് ആശംസകൾ നേരുന്നു. താങ്ക് യു. ഹായ് ഷീൻ ടീച്ചറെ. അപ്പോൾ ഇനി അടിച്ച് പൊളിച്ചുള്ള ജീവിതത്തിൻ്റെ ഒരു പുതിയ ഏട് ടീച്ചറിന് ഇനി മുന്നോട്ടുണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുക. ഓക്കെ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കൊരു വലിയ നഷ്ടമാണ് കേട്ടോ. കാര്യം നമ്മുടെ വാല്യുവേഷൻ യാത്രകളിൽ നമ്മൾക്ക് എന്താ പറയുന്ന ഓരോ ടോപ്പിക്കിൽ ഇട്ട് തരാനും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും ഒക്കെ ശരിക്കും മുന്നേ നിൽക്കുന്ന ടീച്ചറായിരുന്നു. പക്ഷേ ഇനി അത് ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യും. ഇനി ഞങ്ങളുടെ യാത്രകളെല്ലാം ഭയങ്കര എന്താ പറയുക സൈലൻ്റ് ആയിട്ടുള്ള യാത്രകളായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് ടീച്ചറിനോട് ആദ്യം മിണ്ടാനും ഇടപഴകാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ ഒരുപാട് വൈകിയാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയതൊക്കെ. പക്ഷേ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം
നമ്മുടെ ആ ഒരു ചങ്ക്സ് ഗ്രൂപ്പ് വന്നതിന് ശേഷം എനിക്ക് തന്നെ അറിയാം എന്നിലുണ്ടായേക്കുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്. കാര്യം എന്തുണ്ടെങ്കിലും നമുക്ക് തുറന്ന് പറയാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ നമുക്ക് ആരൊക്കെയോ കിട്ടിയത് പോലുള്ളൊരു സന്തോഷം ഇപ്പോൾ ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ വിഷമങ്ങൾ മാത്രം ഇങ്ങനെ മനസ്സിലേക്കെടുത്ത് അതിനെ മാത്രം ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്നൊരു കൂട്ടത്തിലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വളരെ വലിയൊരു മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ചങ്ക്സ് ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം എനിക്കുണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മെയിനായിട്ടുള്ളൊരു കാരണക്കാരി എന്ന് പറയുന്നത് ശരിക്കും ഷീന ടീച്ചർ തന്നെയാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ടീച്ചറിനോട് നമുക്ക് തുറന്ന് പറഞ്ഞാലും അതിനൊക്കെ ടീച്ചർ വളരെ പോസിറ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് ടീച്ചർ പറഞ്ഞു തരും. ടീച്ചർ അല്ലെങ്കിൽ ടീച്ചറിന് അത് ആലോചിച്ചിട്ട് ടീച്ചർ പിന്നെ ആയാലും എപ്പോഴെങ്കിലും വിളിക്കുമ്പോഴും ടീച്ചർ അറിഞ്ഞോ അറിയാതെയോ ടീച്ചർ പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പല വേദനകളിലും ഒരു വലിയ സൊല്യൂഷനായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഒരു ബോട്ടണി കുടുംബത്തിന് ടീച്ചറെന്ന് പറയുന്നത് ഒരു വലിയ നഷ്ടമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ടീച്ചറിന് മുന്നോട്ട് ഒരുപാട് സന്തോഷങ്ങളും എന്താ പറയുക അതുപോലുള്ള അനുഭവങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് തന്നെ ടീച്ചറിനെ ശരിക്കും പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ഭാഗ്യങ്ങളെല്ലാം തന്നെ ജഗദീശ്വരൻ ടീച്ചറിന് തരട്ടെ. ഓക്കെ ടീച്ചറെ, ബൈ. പക്ഷേ എപ്പോഴും വിളിക്കണം. എപ്പോഴും നമ്മുടെ ആ ഒരു കോണ്ടാക്റ്റ് ഒരിക്കലും മിസ്സായി പോകരുത്. ടീച്ചറിനും കുടുംബത്തിനും എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ ടീച്ചറെ. ഓക്കെ, താങ്ക് യു. ഷീന ടീച്ചറെ കുറിച്ച് പെട്ടെന്ന് 2 വാക്ക് പറഞ്ഞൊരു വീഡിയോ ചെയ്തിടണമെന്ന് പറഞ്ഞ് സുധ ചേച്ചി വിളിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് 2 വാക്കിൽ ടീച്ചറെ കുറിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ വാല്യുവേഷൻ ക്യാമ്പിൽ വെച്ചാണ്. ടീച്ചറിന് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കാഞ്ഞിരോട് ക്യാമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ സുധ ടീച്ചർ ഉണ്ടായിരുന്നു. അതിന് സുധ ടീച്ചർ വഴിയാണ് ഞാൻ ടീച്ചറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അന്നൊക്കെ ടീച്ചർ എനിക്ക് തോന്നുന്നു നമ്മൾ അത്ര അങ്ങോട്ട് പരിചയമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ടീച്ചർ ഭയങ്കര ഹെൽപ്പേറ്റൊക്കെയാണെന്ന് വിചാരിച്ചത്. പിന്നീട് ആ ക്യാമ്പിൽ ടീച്ചർ എനിക്കൊന്ന് വണ്ടിയിലാണ് വരുന്നത്. ടീച്ചറെ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു 800-നകത്ത് ടീച്ചർ കുറേ എണ്ണത്തിനെ കുത്തി നിറച്ചൊക്കെ കൊണ്ടുപോകുന്നത്. അതാണ് എൻ്റെ മൈൻഡിലുള്ളത്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ എനിക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് അടുത്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ടീച്ചർ നല്ല സോഫ്റ്റാണ്. പിന്നെ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചറുടെ വർക്ക് നല്ല ഡെഡിക്കേറ്റഡ് ആണ്. കാര്യം ഞങ്ങളൊക്കെ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ടീച്ചറിന് സർവീസിൻ്റെ ഒരു ഇതായിരിക്കും, അത്രയും ലോങ് ടേം സർവീസ് കിട്ടിയത് കൊണ്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ആ ഒരു കുറേ കാര്യങ്ങൾ ടീച്ചറിന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ടീച്ചറെ ഞങ്ങളുടെ പെട്ടെന്ന് എനിക്ക് നമ്മളിങ്ങനെ ടീച്ചറിങ്ങനെ ഇറങ്ങാറായപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് അടുത്തപ്പോഴത്തേക്ക് സമയം ഒന്ന് തീർന്നാണെന്ന് തോന്നി ശരിക്കും പറഞ്ഞു. എന്നാലും ടീച്ചർ നമ്മളെ ചങ്സിലുണ്ട്. പിന്നെ ടീച്ചർ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ മനസ്സിലായി നമ്മുടെ ഡ്യൂട്ടിയിൽ നിന്ന് റിട്ടയർഡ് അല്ല. അത് ലൈഫ് ലോങ് ഇങ്ങനെ തുടരണമെന്ന് എൻ്റെ ആഗ്രഹം. അതെങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ ടീച്ചറിന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. പിന്നെ വിശ്രമ ജീവിതം അല്ലേ, ശരിക്കും പറഞ്ഞാൽ അത് ആനന്ദകരമായി കൊള്ളട്ടെ എന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആശംസിക്കുന്നു.